ബോധവൽക്കരണത്തിലൂടെ വോട്ടിംഗ് ശതമാനം ഉയർത്തുന്നതിന് ഇന്ത്യക്ക് നൽകിയിരുന്ന $2.1 കോടി സഹായധനം നിർത്തലാക്കിയതായി ട്രംപ് ഭരണകൂടം. ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങൾക്കുള്ള സമാന രീതിയിലുള്ള സഹായം അവസാനിപ്പിക്കാൻ ശതകോടീശ്വരൻ ഇലോൺ മസ്കിന്റെ നേതൃത്വത്തിലുള്ള US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി (DOGE) തീരുമാനിക്കുകയും ചെയ്തു. കഴിഞ്ഞ മാസമാണ് മസ്കിനെ ഡോജിന്റെ തലവനായി ഡൊണാൾഡ് ട്രംപ് നിയോഗിച്ചത്. നികുതിദായകരുടെ നൂറുകണക്കിന് ദശലക്ഷം ഡോളർ ഉപയോഗിച്ചുള്ള നിരവധി പദ്ധതികൾ നിർത്തലാക്കിയതായി ഡോജ് സാമൂഹ്യ മാധ്യമമായ എക്സിലൂടെ അദ്ദേഹം അറിയിക്കുകയും ചെയ്തു. അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയച്ചതും ഇറക്കുമതി തീരുവ ഉയർത്തിയതായും ഉൾപ്പെടെ ട്രംപ് ഭരണകൂടം തുടങ്ങിവെച്ച നടപടികളുടെ ഭാഗമാണിത്. വിവിധ രാജ്യങ്ങളിലെ ജനാധിപത്യ പ്രക്രിയ ശക്തിപ്പെടുത്തുന്നതിനായി $486 ദശലക്ഷം അമേരിക്ക ഇപ്പോൾ ചെലവഴിക്കുന്നത്. ഇതിനാലാണ് ഇന്ത്യക്കുള്ള $21 ദശലക്ഷം ബംഗ്ലാദേശിൽ രാഷ്ട്രീയ സുസ്ഥിരതയും ജനാധിപത്യ ഭരണക്രമവും ശക്തിപ്പെടുത്തുന്നതിനായി നൽകി വരുന്ന $29 ദശലക്ഷം സഹായവും നിർത്തലാക്കിയതിൽ ഉൾപ്പെടുന്നുണ്ട്. മോൾഡോവയിലെ തെരഞ്ഞെടുപ്പ് പങ്കാളിത്തത്തിനുള്ള $22 ദശലക്ഷം നിർത്തലാക്കിയ മറ്റൊരു പദ്ധതി. ഏഷ്യയിലെ പഠന സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനുള്ള $47 ദശലക്ഷം മാലിയിലെ സാമൂഹിക ഐക്യത്തിനു വേണ്ടിയുള്ള $14 ദശലക്ഷം നേപ്പാളിലെ ജൈവ വൈവിധ്യ സംരക്ഷണത്തിനായുള്ള $19 ദശലക്ഷം സഹായവും നിർത്തലാക്കിയവയിൽ ഉൾപ്പെടുകയും ചെയ്യുന്നു. അമേരിക്കയിൽ സർക്കാർ ജീവനക്കാരുടെ എണ്ണം ഗണ്യമായി വെട്ടിക്കുറയ്ക്കുന്നതിന് മേൽനോട്ടം വഹിക്കുന്ന ഡോജ് ആണ്. ഇതിന്റെ ഭാഗമായി ലോകത്തിലെ വിവിധ രാജ്യങ്ങൾക്ക് സഹായം നൽകുന്ന US എയ്ഡഡ് അടച്ചുപൂട്ടുമെന്ന് മസ്ക് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ലോകമെമ്പാടുമുള്ള സഹായ ദൗത്യങ്ങൾ നിർത്തിവെക്കുന്നതിനായി കഴിഞ്ഞ 7-ന് US എയ്ഡഡ് പ്രഖ്യാപിക്കുകയും ചെയ്തു. മസ്കിനെ പ്രഖ്യാപനത്തിന് മുമ്പ് US എയ്ഡ്സിന്റെ വെബ്സൈറ്റും അടച്ചുപൂട്ടുകയും ചെയ്തു. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വിദേശ ഇടപെടലുകൾ സ്ഥിരീകരിക്കുന്നതാണ് പ്രഖ്യാപനമെന്ന് BJP IT വിഭാഗം തലവൻ അമിത് മല്യവ പ്രതികരിച്ചു. ആരാണ് ഇതിന്റെ ഗുണഭോക്താവെന്ന സംശയം പ്രകടിപ്പിച്ച മല്യവ ഭരണകക്ഷിയല്ല അതെന്ന് ഉറപ്പിച്ചു പറയുകയും ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ US സന്ദർശനത്തിന്റെ ചൂടാറ് മുമ്പാണ് സഹായം റദ്ദാക്കിയുള്ള പ്രഖ്യാപനം എന്നതാണ് മറ്റൊരു കൗതുകം. ട്രംപുമായും മസ്കുമായും മോദി വിശദമായ കൂടിക്കാഴ്ച നടത്തിയതായും ചെയ്തിരുന്നു. വോട്ടർമാരുടെ എണ്ണം കൂട്ടാൻ താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന സമയത്ത് US സഹായം ലഭിച്ചുവെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ SY ഖുറേഷി പറയുകയും ചെയ്തു. ഇതിനായി 2012-ൽ ധാരണാപത്രം ഒപ്പിട്ടിരുന്നുവെന്നും ഒരു വിഭാഗം മാധ്യമങ്ങൾ വന്ന വാർത്ത വസ്തുതാവിരുദ്ധമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അന്ന് ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ഫോർ ഇലക്ട്രൽ സിസ്റ്റവുമായി ധാരണാപത്രം ഒപ്പിട്ടിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിലുള്ള പരിശീലന കേന്ദ്രമായ ഇന്ത്യ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെമോക്രസി ആൻഡ് ഇലക്ഷൻ മാനേജ്മെന്റിൽ മറ്റു രാജ്യങ്ങൾ ഉൾപ്പെടെ പരിശീലനം നൽകുന്നതിനായിരുന്നു ധാരണാപത്രം. അതിന് സാമ്പത്തിക സഹായമോ അല്ലെങ്കിൽ സാമ്പത്തികേതര സഹായമോ വാഗ്ദാനം ഉണ്ടായിരുന്നില്ല, അദ്ദേഹം വിശദീകരിച്ചു.